ആരായിരുന്നു? ഹിരണ്യാക്ഷൻ. എല്ലാവർക്കും അറിയുന്ന കഥകൾ തന്നെയാണ്. കശ്യപൻ, അദിതി. കശ്യപ മഹർഷിക്ക് അദിതി, ദിതി എന്ന ഭാര്യമാർ. ദിതിയുടെ പുത്രന്മാരാണ് ദാനവന്മാർ, അസുരന്മാർ. അദിതിയുടെ പുത്രന്മാരാണ് ദേവന്മാർ. ദിതി എന്ന അർത്ഥം തന്നെ, ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കുക, ഡിവൈഡ് ചെയ്യുക, എല്ലാവരും തമ്മിൽ പരസ്പരം ഭേദം സൃഷ്ടിക്കുക. അതാണ് ദിതി എന്ന ശബ്ദത്തിന് അർത്ഥം. അതിഥി എന്ന പദത്തിന് അർത്ഥം എല്ലാവരെയും സംയോജിപ്പിച്ചു കൊണ്ടുപോവുക, ഐക്യരൂപേണ കൊണ്ടുപോവുക, ആര് തമ്മിൽ ഖണ്ഡം ഖണ്ഡത ഉണ്ടാക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ ആ ദിതി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് കശ്യപ മഹർഷി? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപം തന്നെയാണ് കശ്യപ. ആ കശ്യപ എന്ന പദത്തിന് നേരെ തിരിച്ചിടണം. കശ്യപ, പശ്യക, പശ്യതി ഇതി പശ്യകഃ. പശ്യകഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവൻ, ദ്രഷ്ടാവ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആത്മസ്വരൂപം എല്ലാത്തിനെയും, മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തിനെയും ചിത്തത്തിനെയും ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയും ചുറ്റുമുള്ളത് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു വികാരവും കൊള്ളാതെ ദ്രഷ്ടാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പശ്യകൻ. ഇപ്പം എല്ലാവരുടെ ഉള്ളിൽ ആത്മസ്വരൂപമായിട്ട് വിളങ്ങുന്നു ആര്? കശ്യപ മഹർഷി. പശ്യക രൂപേണ, ദ്രഷ്ടാരൂപേണ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ 2 പത്നിമാരുണ്ടല്ലേ. ആരാണ്? ഒന്ന് ദിതി, ഒന്ന് അദിതി. ഒന്ന് അസുരന്മാര്, ഒന്ന് ദേവന്മാര്. 2 രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉദിക്കുമല്ലോ അല്ലേ. ചിലപ്പോൾ ആസുരീക വൃത്തികളൊക്കെ വരും ഉള്ളിൽ, വരില്ലേ? ഇത്തിരി അസൂയ, ഇത്തിരി കുശുമ്പ്, ഇത്തിരി ഇത് ഉന്നയിമ്പ്, അതൊക്കെ വരില്ലേ? ദേഷ്യം, കാമം, ക്രോധം, അങ്ങനെയൊക്കെ വരില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഓർത്തോണം, ഓ വന്നു അസുരൻ ജനിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ മാറി നിന്ന് കണ്ടു കഴിഞ്ഞാൽ ശരി, അപ്പം തന്നെ അതിനെ ഇല്ലാണ്ടാക്കണം. അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ന്യായീകരിച്ച് കൂടെ കൊണ്ടുപോകാം അല്ലേ. അല്ല, അത് തന്നെയാണ് ശരി, ഞാൻ ദേഷ്യപ്പെടണം, അതാണ് സത്യം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ചേർന്ന് പോയിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് കൂടെ ചേരും അല്ലേ, അവരുടെ പാർട്ടിയിൽ പോയി പോകും. ഉള്ളിൽ നിന്ന് അറിയണം. അപ്പം അതാണ് 2. നമുക്കും ഉള്ളിൽ 2 പേരുണ്ട്. ആരെ പ്രോത്സാഹിപ്പിക്കണോ അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ആസുരീക വൃത്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മുടെ മുന്നോട്ട് പോക്ക്. ദൈവിക വൃത്തികളെ പ്രോത്സാഹിപ്പിച്ചാലോ അതുപോലെ ആയിരിക്കും നമ്മുടെ പോക്ക്. അപ്പോൾ കശ്യപ മഹർഷി, അതിഥി, ദിതിക്ക് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും സന്ധ്യാസമയം കശ്യപ മഹർഷി സന്ധ്യാവന്ദനം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ധ്യാനം ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദിതിക്ക് കാമം മൂത്തുകൊണ്ട് എന്തായി, കശ്യപ മഹർഷിയുടെ ഉത്തരീയം പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ വലിക്കുമ്പോൾ മഹർഷി പറയാണ്, നിൻ്റെ ആഗ്രഹം നല്ല ആഗ്രഹം തന്നെയാണ്, പക്ഷേ അതിനുള്ള സമയമല്ല ഇപ്പോൾ. എന്തുകൊണ്ട്? ഒന്നാമത് ഞാനിപ്പോൾ സങ്കല്പം എടുത്തിരിക്കുകയാണ്, സന്ധ്യാവന്ദനം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനത്തിന് വേണ്ടി ഇരിക്കുകയാണ്. രണ്ടാമതെന്ന് പറയുമ്പോൾ ഈ സന്ധ്യാസമയം രുദ്രഭഗവാനും രുദ്രൻ്റെ അനുയായികളും ഇവിടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ മഹാത്മാക്കൾ, ദേവന്മാരൊക്കെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ടാണല്ലോ എല്ലാവരും പറയുന്നത് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, അതുകൊണ്ട് ഇത് പാടില്ല. അടുത്ത വേറൊരു കാരണം എന്ന് പറയുമ്പോൾ കുട്ടികൾ ജനിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണല്ലോ ഈ സംയോജനം. പക്ഷേ അത് കാമപ്രേരിതമായിട്ട് ആവരുത്, കാമമൂത്ത് ലസ്റ്റ് രൂപത്തിൽ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾ എങ്ങനെ രൂപത്തിലായിരിക്കും? തലതിരിഞ്ഞ കുട്ടികളായിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് അതും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കുറേ കാരണങ്ങളൊക്കെ പറയാം. പക്ഷേ ദിതിക്കുണ്ടോ? തലയിൽ കയറുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഭഗവാന്റെ സങ്കല്പം കൂടി ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ ദിതി എന്ത് ചെയ്തു? വീണ്ടും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് കശ്യപ മഹർഷി. അപ്പോൾ കശ്യപ മഹർഷി ഭഗവാന്റെ തന്നെ സ്വരൂപം എന്ന് പറയാം. മഹർഷി അവസാനം ഉള്ളിൽ സമാധാനിച്ചു. എന്താണ് ഇതിൽ ഭഗവാന്റെ സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല, അതുകൊണ്ട് അത് നടന്നോട്ടെ എന്ന് പറഞ്ഞ് ദിതിയുടെ കൂടെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട്, എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ദിതിക്ക് വല്ലാത്ത കുറ്റബോധം. എപ്പോഴും അങ്ങനെയാണല്ലോ, തെറ്റുകൾ ചെയ്യുമ്പോൾ ആർക്കും കുറ്റബോധം തോന്നില്ല, ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഞാൻ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ
ചിലരുണ്ട് തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, ഞാൻ ശരി തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. പക്ഷെ ദിതി അങ്ങനെ ചെയ്തില്ല. ദിതി എന്ത് പറഞ്ഞു? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്താണ് അതിന് ഉള്ള പരിഹാരം, പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കശ്യപ മഹർഷിയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ കശ്യപ മഹർഷി പറഞ്ഞു, ആ നല്ല കാര്യം, നിനക്ക് മനസ്സിലായല്ലോ ഇത് തെറ്റാണ് നീ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഏത് കർമ്മത്തിനും ഒരു ഫലം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. അതും വികലമായ രീതിയിൽ സ്ത്രീ പുരുഷ സംയോഗം നടന്നതുകൊണ്ട് നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി എങ്ങനെയായിരിക്കും? ആസുര കുട്ടികളായിരിക്കും. ഈ ലോകത്ത് മുഴുവനും വിറപ്പിപ്പിക്കുന്ന കുട്ടികൾ ആയിരിക്കും ജനിക്കുക. അപ്പം ദിതി പറഞ്ഞു, എനിക്ക് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഏതൊരു അമ്മയ്ക്കും എന്ത് കുട്ടിയായാലും കുട്ടി തന്നെയല്ലേ. അപ്പോൾ പറയാണ്, എന്ത് സംഭവിച്ചാലും എൻ്റെ കുട്ടികൾ ജനിക്കാതെ മരിച്ചുപോയി പിറക്കരുത്, അലസിപ്പോരുത് എൻ്റെ ഗർഭം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയത് തെറ്റാണ്, മാപ്പ് അപേക്ഷിക്കുന്നു, കുട്ടികളില്ലാതെ വരരുത്, ഗർഭം അലസിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് കശ്യപ മഹർഷിയെടുത്ത്. അപ്പോൾ കശ്യപ മഹർഷി പറഞ്ഞു, ശരി, നിനക്ക് നല്ല ബുദ്ധി ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, അതുകൊണ്ട് നിന്റെ ഗർഭം അലസിപ്പോകില്ല. പക്ഷേ നീ പശ്ചാത്തപിച്ചുകൊണ്ട് തെറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചുവല്ലോ, അതുകൊണ്ട് നിനക്ക് ഒരു പ്രത്യേക ഒരു അനുഗ്രഹം കൂടി തരാം. എന്ത് അനുഗ്രഹമാണ്? നിന്റെ കുലത്തിൽ ഒരു മഹാഭാഗവതൻ വന്ന് പിറക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം. അത് വലിയൊരു ഭാഗ്യമല്ലേ. പിന്നെ അത് മാത്രമല്ല, കശ്യപൻ പറഞ്ഞത് നിന്റെ പുത്രന്മാർ ഘോരരൂപികളായിരിക്കും, അതുകൊണ്ട് അവരെ വധിക്കാൻ സാക്ഷാത് ഭഗവാന് തന്നെ വരേണ്ടി വരും എന്നും കൂടി പറഞ്ഞു. അപ്പം അതിഥിക്ക് നല്ല സന്തോഷം തോന്നി. എന്താണ് സന്തോഷം? ഒന്നാമത്തത്, വല്ല ബ്രാഹ്മണ ശാപം കൊണ്ട് കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവൻ മരണമേ ഉണ്ടാവില്ല അല്ലേ. ബ്രാഹ്മണൻ ശപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തലതിരിഞ്ഞ് നടക്കേണ്ടി വരുമല്ലോ അല്ലേ, എന്നിട്ട് മുക്തിയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ബ്രാഹ്മണ ശാപം മുഖേന ഭഗവാൻ അല്ലാതെ വേറെ ആരെങ്കിലും അത് വധിച്ചു കഴിഞ്ഞാൽ എന്താകും? അധോഗതിയായിരിക്കും പോവുക. അതുകൊണ്ട് ഭഗവാൻ സാക്ഷാത് വന്ന് ഇവരെ ഉദ്ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷമോ, തൻ്റെ കുലത്തിൽ ഒരു മഹാഭാഗവതൻ വന്ന് പിറക്കാൻ പോവാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം. അതിൽ പരം സന്തോഷം എന്താ വേണ്ടത് അല്ലേ. ആരാണ് വന്നതപ്പോൾ? ഇവരുടെ പുത്രന്മാരായിട്ട്, ദിതിയുടെ പുത്രന്മാരായിട്ട് വന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. പിന്നീടോ പ്രഹ്ലാദൻ. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ട് വന്നത് പ്രഹ്ലാദൻ. അപ്പം ഇതാണ് അതിൻ്റെ ഉള്ളൊരു സന്ദർഭം. എന്താണ്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള ഒരു സന്ദർഭം. ഇപ്പം ദിതി ഗർഭവതിയായി, കുട്ടികൾ ഇങ്ങനെ ഗർഭത്തിൽ ഇങ്ങനെ വളർന്ന് വരികയാണ്. അപ്പം പ്രകാശം ഇങ്ങനെ ജ്വലിക്കുകയാണ് അവരുടെ ശരീരത്തിൽ നിന്നും. ഇത് കണ്ടപ്പോഴത്തേക്കും പല ദുശകുനങ്ങളൊക്കെ കണ്ടു തുടങ്ങി സൃഷ്ടിയിൽ. ഇപ്പം ദേവന്മാർക്കൊക്കെ ഉള്ളിൽ ഡപ് ടപ് വരാൻ തുടങ്ങി. എന്തോ അറിയാത്ത എന്തോ ഒരു അരുതാത്ത സംഭവം നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ ചിലപ്പോഴൊക്കെ അല്ലേ. അപ്പം അവരെല്ലാവരും പോയിട്ട് ബ്രഹ്മദേവനോട് പ്രാർത്ഥിക്കണം, ബ്രഹ്മദേവനെ എന്താണ് ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്? എന്തോ സംഭവിക്കാൻ പോകുന്നു, വല്ലാത്ത അപകടം വരാൻ പോകുന്നു. ആരാണ് ഇതിൻ്റെയൊക്കെ കാരണം? ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ, ഈ നമ്മുടെ വികാരത്തിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവനോട് പോയി ചോദിക്കാൻ. അപ്പോൾ ബ്രഹ്മദേവൻ പറയാണ്, വിഷമിക്കേ വേണ്ട, ഇത് എന്താണ്, ഇതിനുള്ള തോന്നലിനുള്ള കാരണം എന്താണ്? 2 പേര് വരാൻ പോവാണ്, ദിതിയുടെ പുത്രന്മാർ. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഈ ദിതിയുടെ പുത്രന്മാർ, അപ്പോൾ അവരാരാണ്? ഇത്ര വലിയ ഭയങ്കര ഇതൊക്കെ സൃഷ്ടിപ്പിക്കാൻ പോകുന്നത് അവരാരാണ്? അവരുടെ മഹത്വം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവരുണ്ടായതിൻ്റെ പിന്നിലുള്ള കഥ ആര് പറഞ്ഞു കൊടുക്കുന്നത്? ബ്രഹ്മദേവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആരായിരുന്നു അവർ? അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം.